അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഒരു പുട്ടി വർക്കിൻ്റെ വീഡിയോ ഇതുമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കളർ അടിക്കാൻ നേരത്ത് 2 പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരാണ് കളറൊക്കെ അടിച്ചത്. അപ്പം അവർ കമ്പിയും എല്ലാം ഫിനിഷിങ് 2 കോട്ട് അടിച്ചതാണ്. അപ്പോൾ ഞാൻ അവസാനം അവരോട് പറഞ്ഞു, നാളെയാണെങ്കിൽ വീട് കൂത്താശയാണ്, അപ്പം എല്ലാം മൊത്തത്തിൽ നോക്കി ഒന്ന് ടച്ചിങ് വർക്ക് ഉണ്ടെങ്കിൽ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവർ 2 പേര് അകവും പുറവും നിന്ന് കമ്പി മൊത്തം ഫുള്ള് കമ്പി കട്ടള എല്ലാം നോക്കിയതാണ്. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് രാത്രി ഞാനൊന്ന് വെറുതെ ജസ്റ്റ് എല്ലാം ഒന്ന് നോക്കാൻ വേണ്ടി, ഞാൻ ഇവരുടെ പണി കഴിഞ്ഞ് അവർ 5 മണിയായപ്പോൾ പോവുകയും ചെയ്തു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി ചെന്നപ്പം കണ്ട കാഴ്ച എന്താ വെച്ചാൽ, ഇതല്ലേ ഈ ഒരു കാണുന്ന ഒരു ജനലിനകത്തോട്ട് ഒരു നമ്മൾ തുണി ഇടാൻ വേണ്ടി ഒരു കയറ് കിട്ടിയിട്ടുണ്ടായിരുന്നു, നമ്മൾ സാധാരണ കയറ്. അവർ ആ കയറ് അഴിക്കാതെ അത്രയും വെച്ച് അടിച്ചിട്ട് പോയി. അപ്പോൾ ഞാൻ വൈകിട്ട് ചെന്ന് നോക്കിക്കൊണ്ട് ഈ കയറടിച്ച സമയത്ത് അവിടെ അടിക്കാൻ സാധനം കിടക്കും. അപ്പം നമ്മൾ സാധനം മൊത്തം കഴുകി കളയുകയും ചെയ്ത് ഇനാമലൊന്നും ഇല്ലായിരുന്നാലും അവസാനം ഇതെങ്ങനെ അടിക്കാനാണ്, നാളെ രാവിലെ വന്ന് അടിക്കാൻ വേണ്ടി നമ്മുടെ അടുത്ത് സാധനം ഇല്ലെന്നായിരുന്നു. അവസാനം നമ്മൾ തട്ടിനടിച്ച ശകലം വെള്ള കളർ ഇരിപ്പുണ്ട്, ആ കളർ വെച്ചാണ് തൽക്കാലം നമ്മൾ അടിച്ചത്. പക്ഷേ ഞാനിത് ആ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കും, ഇന്ന ശാലം വിട്ടുപോയിട്ടുണ്ട്, തൽക്കാലം ഇതൊന്നും അടിക്കുന്നതേ ഉള്ളൂ, അപ്പോൾ പിന്നെ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച്, മറിച്ച് ഇത് ഞാൻ അന്നേരം കണ്ടില്ലായിരുന്നുണ്ടെങ്കിൽ ആ വീട്ടുകാരെ അഴിച്ചിട്ട് ഈ കയറഴിച്ച് മാറ്റുന്നെങ്കിൽ ഈ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ സ്ഥിതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഇതാണ് പറഞ്ഞത്, നമ്മൾ പണി കഴിഞ്ഞാലും നമ്മൾ മൊത്തത്തിലൊന്ന് നോക്കിയിട്ട് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് ക്ലിയർ ആക്കി കൊടുക്കണം. ഇത് ചെയ്തത് ബംഗാളിയൊന്നുമല്ല കേട്ടോ, നമ്മുടെ മലയാളികൾ തന്നെയാണ്.